ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ വാഹനപ്രേമികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഞാനൊരു പുതിയ വാഹനം എടുത്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയതും അതിൽ നിന്ന് എനിക്കറിയാനുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഒരുപാട് വാഹനവുമായിട്ട് സംബന്ധിക്കുന്ന പുതിയ വാഹനം എടുക്കുന്നവരാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം എടുക്കുന്നവർക്കാണെങ്കിൽ വളരെ ഗുണകരമായ കാര്യങ്ങളായിരിക്കും. നമ്മൾ കാറുകൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് ആദ്യം തൊട്ടേ പറയാൻ പോകുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഒന്നും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണകരമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം തന്നെ, നമ്മൾ വാഹനം എടുക്കുന്നതല്ലാതെ വാഹനത്തിനെ പറ്റി ഒന്നും പഠിക്കാതെയായിരിക്കും നമ്മൾ പോകുന്നത്. ഒരു കാരണവശാലും വാഹനത്തെപ്പറ്റി പഠിക്കാതെ ഒരു വാഹനം എടുക്കാൻ പോകരുത്. നമ്മൾ എടുക്കാൻ പോകുന്ന വാഹനത്തെപ്പറ്റി നല്ലൊരു കരുതലും നല്ലൊരു മുൻവിധിയും ഉണ്ടായിരിക്കണം. ഏത് കമ്പനിയുടെ ഏത് ബ്രാൻഡ് എടുക്കണമെന്ന് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ആ ഡിസൈഡ് ചെയ്തതനുസരിച്ച് നമ്മൾ നമ്മുടെ ഫാമിലിയോട് സംസാരിക്കുക, നമ്മുടെ സുഹൃത്തിനോട് സംസാരിക്കുക, നമ്മളെ വീട്ടിലുള്ള ആശയം അറിയാവുന്നവരോടെല്ലാം സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ നല്ല വാഹനം ഏതാണെന്നും നല്ല കമ്പനി ഏതാണെന്നും നമ്മളത് പ്രിഫർ ചെയ്ത് അതിനുവേണ്ടി ശ്രമിച്ച് ആ വണ്ടി മാത്രം മനസ്സിൽ കേട്ടുകൊണ്ട് വേണം ഒരു ഷോറൂമിൽ പോകാൻ. അത് ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ, ടൊയോട്ടയുടെ ആയിക്കോട്ടെ, മാരുതിയുടെ ആയിക്കോട്ടെ, ഫോക്സ്വാഗണിൻ്റെ ആയിക്കോട്ടെ, ഏത് കമ്പനി ആയിക്കോട്ടെ, അത് ഹോണ്ടയുടെയോ ഏത് കമ്പനിയുടെ ആണെങ്കിലും, റെനോൾട്ടിൻ്റെ ഏത് കമ്പനിയുടെ ആണെങ്കിലും, ഏത് വാഹനം ഏത് കമ്പനിയുടെ ഏത് മോഡൽ നമുക്ക് വേണമെന്ന് ഫസ്റ്റിൽ ഡിസൈഡ് ചെയ്യുക. നമ്മുടെ സ്വപ്നമായിരിക്കുമല്ലോ വാഹനം നമ്മൾ എടുക്കുമ്പോൾ ഇത് ഭയങ്കര ഫീലാണ്. അതുകൊണ്ട് ഈ ബാക്കിയുള്ള വീഡിയോകൾ വാഹനത്തിൽ സംസാരിക്കാൻ പ്രോത്സാഹിക്കാൻ പറ്റാത്ത ചൂടാണ്. തുടർന്നുള്ള കാര്യങ്ങൾ വീഡിയോ കാണാം. നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യം തുടരാൻ പറ്റാതിരുന്നത്, അതുപോലെ ചൂടാണ് പുറത്ത്. നിന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വാഹനത്തിനകത്ത് കയറിയിരിക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്കിൽ തോന്നുവാണെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഈ വോയിസിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നാൽ പറയേണ്ടതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ പറയാൻ ആദ്യമേ ഉദ്ദേശിച്ച് തന്നെ വാഹനം എടുക്കുന്ന പുതിയ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ആദ്യമേ തന്നെ പറയുന്നു, ഞാനൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ പഠിച്ച ആളോ അല്ലെങ്കിൽ ഒരു മോട്ടോർ ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരേ ആളോ അല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എഞ്ചിൻ്റെ പ്രവർത്തനങ്ങളൊന്നും പഠിക്കാതെ പോളിടെക്നിക്ക് പോകാത്ത ഒരാളാണ്. എൻ്റെ ആ ചെറിയ പരിമിതിക്കകത്ത് അറിയാവുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. അത് എന്നെപ്പോലെ തന്നെ അറിവ് കുറഞ്ഞ ആൾക്കാർക്ക് ഗുണകരമാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് അറിയാവുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുകൾ കാണാൻ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഇങ്ങനെ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ തുടങ്ങി വെച്ച കാര്യം തന്നെ വീണ്ടും നിങ്ങളോട് പറയുന്നു. ആ വാഹനം എടുക്കുന്ന കാര്യത്തിനകത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വർഷങ്ങളും നാളുകളും ആഗ്രഹിച്ചായിരിക്കും ഒരു വാഹനം എടുക്കുന്നത്. ഒരു പുതിയ വാഹനമോ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ ഏത് വാഹനമാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം. അതിനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വാഹനം നമ്മൾ എടുക്കാൻ ചെല്ലുമ്പം ആ ഷോറൂമിൽ ചെന്ന് നമ്മൾ മറ്റൊരു വാഹനത്തെ പറ്റി ഫീച്ചേഴ്സ് ചോദിക്കുന്നില്ല. എപ്പോഴും ഓരോ ഷോറൂമിലെ എക്സിക്യൂട്ടീവുകൾ അവർക്ക് ഇഷ്ടമുള്ള നല്ല നല്ല വാഹനങ്ങൾ നമ്മളെ പിടിപ്പിക്കാൻ ഓഫർ കൊടുത്തേക്കെന്നും അതുപോലെ പോകാത്ത വാഹനങ്ങളും ഒക്കെ ആയിരിക്കും നമ്മളെ പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത്, നമുക്ക് തരാൻ ശ്രമിക്കുന്നത്. നമുക്കൊരു വാഹനത്തെ പറ്റി ധാരണയുണ്ടെങ്കിൽ, ഏതാണോ ഒരു വാഹനം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ വാഹനത്തെ പറ്റി നന്നായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ആ വാഹനം തന്നെ വാങ്ങിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു ശരിക്കും ഒരു പീരീഡ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫാമിലി അംഗങ്ങളോടും നമുക്ക് വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരോടും അതുപോലെ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഷെയർ ചെയ്ത് ഇന്ന വണ്ടി എനിക്ക് വേണം. വണ്ടികൾ തന്നെ പലതരത്തിൽ നമ്മളെല്ലാം എനിക്കറിവില്ലായിരിക്കേണ്ട ഞാൻ പറഞ്ഞോ, ഒരുപാട് ടൈപ്പ് ഓഫ് വണ്ടികളുണ്ടെന്ന് ഞാൻ ഈ അടുത്ത കാലങ്ങളാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ അറിവ് കുറവാണ്. അതുകൊണ്ട് എന്നെപ്പോലെ തന്നെ ഒരുപാട് അറിവില്ലാത്ത ആൾക്കാർ കാണും. അവർക്കത് ഗുണകരമായിരിക്കും. SUV ഉണ്ട്, MUV ഉണ്ട്, ഹാഷ്ബാക്ക് ഉണ്ട്, സെഡാൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഇനങ്ങളിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. നമ്മളെല്ലാത്തിനെയും കാറെന്ന് മാത്രമേ പറയാറുള്ളൂ. സാധാരണപ്പെട്ടവരെല്ലാം കാറെന്ന് മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അങ്ങനെയല്ല. മൾട്ടി യൂസർ വെഹിക്കിൾ ആണെന്നുള്ള രീതിയിലാണ് MUV വരുന്നത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന വാഹനം ഇന്നോവയാണ്. ഇന്നോവ ഹൈക്രോസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇത് 4x4 ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇന്നോവകളെല്ലാം തന്നെ മൾട്ടി ഫീച്ചേഴ്സ് വരുന്നതാണ്. MUV ഉപയോഗിക്കുന്ന മൾട്ടി, അത് ഫാമിലി ആയിട്ട് പോകാനും അതിനാൽ ഓഫ് റോഡുകളിൽ അധികം പോകാത്ത വാഹനങ്ങളായിരിക്കും. സുരക്ഷയുടെ കാര്യത്തിൽ കുറച്ചുകൂടി പരിഗണന കൂടാതെ ഇത് വണ്ടി വലുതായിരിക്കും, വലിപ്പം കൂടിയ വണ്ടിയായിരിക്കും. 7 സീറ്റർ ഒക്കെ ആയിട്ടായിരുന്നു ഇത് വരുന്നത്. എന്നാലും SUV-ക്കകത്തും വരുന്നുണ്ട് 7 സീറ്റർ. എന്നാൽ അത് 4x4 ഒക്കെ ആയിരിക്കും SUV വരുന്നത്. SUV-ക്കകത്ത് വരുന്നു, MUV-ക്കകത്ത് വരുന്ന ഒരേ രേഖകൾ പണ്ട് വാഹനങ്ങളാണെങ്കിലും അത് സ്പോർട്സ് മോഡ് ടൈപ്പ് വാഹനങ്ങളാണ്. സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ് SUV എന്ന് പറയുന്നത്. MUV എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് കുറച്ചുകൂടി ഫാമിലിയോട് ചേർന്ന് നിൽക്കുന്ന വാഹനങ്ങളാണ്. അത് 2 വീൽ ഡ്രൈവ് ആയിരിക്കും കൂടുതൽ വരുന്നത് എന്നുള്ളതാണ് എൻ്റെ അറിവുകൾ. അല്ലാത്ത അറിവുകളൊക്കെ ഉണ്ടാവാൻ കാരണം അത് ഞാൻ എൻ്റെ പരിമിതം പറയാം. അപ്പോൾ നമ്മൾ വാഹനങ്ങൾ എടുക്കുന്ന ഏത് വാഹനമാണ് നമുക്ക് വേണ്ടത് എന്ന് ആദ്യമേ പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ഉപയോഗം എന്താണ്, നമ്മൾ സ്പോർട്സിന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓഫ് റോഡ് പോകാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് പോകാനോ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണോ എന്നൊക്കെയാണ്. ഹാഷ്ബാക്ക് വണ്ടികളെല്ലാം തന്നെ ചെറു വണ്ടികൾ കാറ്റഗറി വരുന്നതാണ്. ആ വണ്ടികളാണ് സാധാരണക്കാർക്കല്ല. ഇപ്പം ഞാൻ എടുത്ത ബലേനോ,
ബൊലേനോ ഹാഷ് ബാഗ് വണ്ടിയാണ്. അങ്ങനെ ആ ടൈപ്പിൽ വരുന്ന വണ്ടികളെല്ലാം ഹാഷ് ബാഗ് വണ്ടിയാണ്. അത് ഗുണം എന്ന് പറഞ്ഞാൽ മൈലേജ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ സ്പേസ് കുറച്ചുകൂടെ ചെറിയ വണ്ടിയായിരിക്കും, അതുകൊണ്ട് കൊണ്ട് പാർക്ക് ചെയ്യാൻ സൗകര്യം കാണും. ആ ടൗണിന്റെ സൈഡിലോ ഏതെങ്കിലും വളരെ തെക്കും തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ അതിനേക്കാളും കുറച്ച് സെഡാൻ വണ്ടികൾ കുറച്ചുകൂടെ വലിപ്പം കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞ സെഡാൻ സിയാസ്, മാരുതിയുടെ സിയാസ്, അതല്ലെങ്കിൽ ടൊയോട്ടോയുടെ ക്യാംറി അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികൾ, ആ ടൈപ്പ് എല്ലാം സെഡാനിൽ വരുന്നതാണ്. ആ സെഡാൻ വണ്ടികൾ ഉപയോഗിക്കുമ്പം നമുക്ക് അത് പാർക്ക് ചെയ്യാൻ വണ്ടി വളരെ സ്പേഷ്യസ് ആയിരിക്കും, വണ്ടി ക്ലിയറൻസ് കൂടുതലായിരിക്കും, റോഡിലുള്ള പെർഫോമൻസ് ലെവൽ കൂടുതലായിരിക്കും, കാഴ്ചയ്ക്ക് നല്ല ഭംഗിയൊക്കെ ആയിരിക്കും, എന്നാൽ വലിപ്പ ശകലം കൂടുതലുണ്ട്. ആ ടൈപ്പുള്ള കസ്റ്റമർക്ക് ആ വാഹനം എടുക്കാൻ വളരെ ഗുണകരമായിരിക്കും. എന്നാൽ പ്രൈസിൽ ഈ ഹാഷ് ബാഗ് വണ്ടിയേക്കാളും സെഡാൻ വണ്ടികൾക്ക് ഒരു പരിധിവരെ വില കൂടുതലുണ്ട്. അതിന് മുകളിലോട്ട് തന്നെ SUV-കൾക്കും MPV-കൾക്കും വില കൂടുതലായിരിക്കും. എന്നാൽ അതിന് പല കമ്പനികൾക്കും പല ടൈപ്പ് ഓഫ് വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്. നമ്മൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടത്, എന്തുപയോഗത്തിനാണ് നമ്മൾ എടുക്കുന്നത്, നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് വണ്ടി നമുക്ക് സെലക്ട് ചെയ്യാനും അത് ഗുണകരമായിട്ട് നമുക്ക് കിട്ടാനും സാധിക്കുള്ളൂ. ഈ SUV എടുക്കണോ, MPV എടുക്കണോ, ഹാഷ് ബാഗ് വണ്ടി എടുക്കണോ, സെഡാൻ വണ്ടികൾ എടുക്കണോ എന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിരിക്കും. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ തുടർന്ന് ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ ഫാമിലി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ഫാമിലിക്ക് എല്ലാവർക്കും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് ഉപയോഗിക്കാൻ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ എടുക്കുന്നതായിരിക്കും വളരെ സൗകര്യം. നമ്മുടെ റോഡുകളിൽ അതുപോലെ വാഹനക്കുരുക്കുണ്ട്, അതുപോലെ സൗകര്യം കുറവുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ആകുമ്പോൾ സ്ത്രീകൾക്ക് ഓടിക്കുന്നതിന് യാതൊരു രീതിയിലും എൻ്റെ വൈഫ് വണ്ടി ഓടിക്കുന്നുണ്ട്, അതിന് മുമ്പ് മാനുവൽ ഓടിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾക്കാണെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും, ഗിയർ മാറുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാരെല്ലാം തന്നെ സ്ത്രീകൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അവർ പുതിയതായിട്ട് വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കൊണ്ട് ചവിട്ടി നിർത്തുക, ഫോണടിച്ച് പേടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരാകെ ടെൻഷനാകും. ആ കാര്യങ്ങളൊന്നും ഈ ഓട്ടോമാറ്റിക്കിൻ്റെ അത് വരുന്നില്ല. അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ഈസിയാണ്, ഈസി ആയിട്ട് ഉപയോഗിക്കാൻ. അത് നല്ല ഡ്രൈവർമാർക്കാണെങ്കിലും ഉപയോഗിക്കാൻ സൗകര്യം അതായിരിക്കും. ഇപ്പം എൻ്റെ ഇരിക്കുന്ന ഹൈക്രോസ് ആണെങ്കിലും അത് ഓട്ടോമാറ്റിക് ആണ്. ഇപ്പം ഞാൻ എടുത്ത ബൊലോന ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പെർഫോം ചെയ്യാം, നമുക്ക് വളരെ ഫ്രീ ആയിട്ടിരിക്കാം, നമ്മുടെ യാത്രകളൊക്കെ വളരെ ആനന്ദകരമായിരിക്കാം. ഇതിനെപ്പറ്റി ഒരു ടെൻഷൻ അടിക്കേണ്ട, ഗിയർ മാറുന്നതിനെ പറ്റി ആലോചിക്കേണ്ട, ഒരു ബ്ലോക്ക് വന്നാലും നമുക്ക് പേടിക്കേണ്ട, വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കും. വളരെ ഈസിയാണ് വണ്ടി ഡ്രൈവ് ചെയ്യാൻ, വളരെ സുഖകരമാണ് യാത്ര. നമുക്ക് ടെൻഷൻ ഇല്ല, കൂടെ ഇരിക്കുന്നവർക്കും ആർക്കും ഒരു ടെൻഷൻ ഇല്ല, വളരെ നമ്മൾ കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കും. ആ ഒരു കാര്യത്തിനകത്ത് അത് ഏത് വേണം, മാനുവൽ എടുക്കുന്നത് മോശം എന്നല്ല, മാനുവൽ എടുക്കുന്നവർക്ക് എടുക്കാം, അവർക്ക് ഡ്രൈവ് ചെയ്യുന്ന അങ്ങനെയായിട്ട് ഗിയർ മാറി ഓടിക്കുന്നത് ഇഷ്ടമുള്ളവർ എടുത്തോളുക. എന്നാലും പരമാവധി ഫാമിലിയാണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത്, പ്രായമുള്ളവർക്ക് ഓടിക്കാനും അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഓടിക്കാനും ഓട്ടോമാറ്റിക് ആയിരിക്കും അഭികാമ്യം. കൂടെ തന്നെ നമുക്ക് ഈ ഇലക്ട്രിക് കാറുകൾ ഇറങ്ങുന്നുണ്ട്, ബാറ്ററി വെച്ചുള്ള കാറുകളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ കമ്പനിയെ ബേസ് ചെയ്ത് നോക്കുക. എത്ര കാലമായിട്ട് ഈ നാട്ടിൽ വന്നിട്ടുണ്ട്, എത്ര കാലം ഈ ബാറ്ററി വാറണ്ടി കിട്ടുന്നതാണ്, അതിന്റെ സർവീസ് എവിടെയുണ്ട്, ചാർജിങ് സിസ്റ്റം എവിടെയുണ്ട്. നമ്മൾ 500-400 കിലോമീറ്റർ പറഞ്ഞ് വാഹനം ഓട്ടോമാറ്റിക് എടുത്തുകൊണ്ട് വന്ന് ഈ ബാറ്ററി വാഹനങ്ങൾ എടുത്തുകൊണ്ട് വന്ന, ഇലക്ട്രിക് വാഹനങ്ങൾ എടുത്തുകൊണ്ട് വന്ന പിന്നീട് അതിന്റെ മൈലേജ് കുറയുകയും അല്ലെങ്കിൽ പെർഫോമൻസ് കുറയുകയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും. വലിയൊരു ബഡ്ജറ്റ് നമ്മൾ ചിലവാക്കിയ ശേഷം, എന്ന് വെച്ചാൽ ആ കമ്പനികളൊന്നും മോശമൊന്നുമല്ല, ഇനി വരുന്ന ടെക്നോളജി അതിനെ ആയിരിക്കും, അതിൽ പൂർണ്ണതയിലെത്തിയിട്ടില്ല. ഡീസൽ വാഹനങ്ങളിലാണ്, ഡീസൽ വാഹനങ്ങൾ ഒരു പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞു. കാരണം ഇനി അതിന് മുകളിൽ ഡീസൽ വാഹനങ്ങൾ ഇറങ്ങാനല്ല, പെട്രോൾ വാഹനങ്ങളും ഏറെക്കുറെ തന്നെ എല്ലാ ടെക്നോളജിയും വന്നു കഴിഞ്ഞു. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ആ ഇലക്ട്രിക് വാഹനങ്ങൾ അതിന്റെ പുതിയ പുതിയ ടെക്നോളജി അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര തരത്തിൽ വരുമെന്ന് അറിയാൻ പറ്റും. ഇപ്പം മഹീന്ദ്രയുടെ ഒക്കെ ആണെങ്കിൽ പുതിയ വണ്ടി ഇറങ്ങിയൊക്കെ 600 കിലോമീറ്റർ, 550 കിലോമീറ്റർ, 700 കിലോമീറ്റർ വരെ അവർ അവകാശപ്പെടും. നാളെ അതിൽ 1000 കിലോമീറ്റർ ഒക്കെ ഉള്ള വാഹനങ്ങൾ വരാം. അപ്പം അതൊക്കെ ഇരുത്തം വന്ന വണ്ടികൾ, അത് കുറെ കാലങ്ങളായിട്ട് ആളുടെ എടുത്ത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വാഹനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യമേ നമ്മൾ പുതിയ വണ്ടി വാഹനം എടുക്കുന്ന ആൾക്കാർ ഓടിപ്പോയി ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ സർവീസ് എങ്ങനെയാണെന്നും അത് കമ്പനി എങ്ങനെയുണ്ടെന്നും എത്ര നാൾ ഇന്ത്യയിൽ ആ കമ്പനി കാണും എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കുക. അങ്ങനെ എടുക്കേണ്ടവർക്ക് എടുക്കുന്നതിന് യാതൊരു പരാതിയില്ല, പക്ഷെ അതൊരു ഗുണകരമായ കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ ഒരു കാര്യം പറയുന്നതിനകത്ത് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടോ, ഏറ്റവും നിങ്ങൾക്ക് ഗുണകരമായുള്ള കാര്യമാണ് ഞാൻ തുടർന്ന് പറയാൻ പോകുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വാഹനത്തിന്റെ കാര്യം ആദ്യമേ പറഞ്ഞു, നമ്മൾ ഈ ഒരു വാഹനം ഇത് വേണം എന്ന് ഉദ്ദേശിക്കുന്നു. ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ മാരുതിയുടെ ബൊലോനോ എടുത്ത്, ആ ബൊലോനോ എടുക്കുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി കുറേയേറെ പഠിച്ചു. ആ വാഹനത്തിന്റെ ഗുണഗണം എന്താണ്, ആ ഗുണം എന്തൊക്കെയാണെന്ന്. അത്യാവശ്യം ഒരു കുഞ്ഞു ചെറിയ കുടുംബത്തിന് ആ വാഹനം ടൗണിൽ പോകാനും ദൂരയാത്രയ്ക്ക് പോകാനും നല്ല ഡിക്കി സ്പേസും എന്ന സർവീസും കുറെ കാലങ്ങളായിട്ട് വളരെ കാര്യക്ഷമതയോടെ വർക്ക് ചെയ്യുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനവും എന്ന എക്സ്ചേഞ്ച് വരുമ്പോൾ നല്ല വില കിട്ടുന്ന ഒരു വാഹനമായിട്ടാണ് ബൊലോനയെ ഞാൻ മനസ്സിലാക്കിയത്. എന്നും അതുപോലെ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. മാരുതിയുടെ വണ്ടികളോ എല്ലാ കമ്പനികളുടെ വണ്ടി മോശം എന്ന് പറയുന്നില്ല, എന്നാൽ അതിനെ അപേക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്കകത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം എന്നുള്ള കൺസെപ്റ്റിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ബൊലോനോ നല്ലൊരു വാഹനമാണ്.
ആ വാഹനത്തിന്റെ ഗുണം ഞാൻ എടുത്തുകൊണ്ടുള്ള ഗുണങ്ങളല്ല, ആ ഗുണങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഏതാണ് ബഡ്ജറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ആ ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിച്ച് നമുക്ക് ഉപയോഗങ്ങൾ എന്ന് മനസ്സിലാക്കി ഇങ്ങനെ വേണം വാഹനം വാങ്ങിക്കാൻ. അല്ലെങ്കിൽ നേരെ ഷോറൂമിൽ ചെന്ന് ഒരു വാഹനത്തെ പറ്റി ചോദിക്കുമ്പോൾ ആ എക്സിക്യൂട്ടീവ് നമ്മൾ പറയുന്ന വാഹനം കേട്ട ശേഷം അവൻ പറയുന്ന വാഹനത്തിലോട്ട് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വാഹനത്തിൽ ഒരുപാട് കോസ്റ്റ് കൊടുക്കേണ്ടി വരും, ഒരുപാട് നമ്മൾ ഫിനാൻസ് എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബാധ്യത വരും, നമ്മൾ ചോദിച്ച ആഗ്രഹത്തെക്കാൾ കൂടുതൽ മുകളിൽ ആഗ്രഹം പോകും. അപ്പോൾ എപ്പോഴും നമ്മുടെ പരിമിതിക്കകത്ത് നിന്ന് നമ്മൾ നല്ല പൈസയാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല ഏറ്റവും വില കൂടിയ വാഹനം എടുക്കുക. നമുക്ക് പണം വളരെ കുറവാണ് അല്ലെങ്കിൽ മുഴുവൻ ലോൺ എടുത്താൽ എടുക്കുന്നെങ്കിൽ ആ ലോൺ എടുക്കാനുള്ള കപ്പാസിറ്റിക്കകത്ത് ഒരുപാട് വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങൾ തന്നെ വേണം എന്ന് പറഞ്ഞ് ഷോറൂമിൽ ചെല്ലുക. ഇനിയാണ് ഞാൻ പറയുന്നത്, ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഷോറൂമിൽ മാത്രം പോയി അതിന്റെ കൊട്ടേഷൻ വാങ്ങിക്കരുത്. മാരുതിയുടെയാണ് ഞാൻ കോട്ടയത്ത് നിന്ന് സംസാരിക്കുന്നത്. മാരുതിക്ക് എനിക്ക് കോട്ടയത്ത് ഒരു 6 ഡീലർമാരുണ്ട്. ആ 6 ഡീലർമാരുടെ അടുത്ത് പോയിട്ട് അവരുടെ എക്സിക്യൂട്ടീവിനെ കണ്ട് അവരോട് ഓരോരുത്തരോടും കൊട്ടേഷൻ വാങ്ങിക്കുക. അതായത് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു, ഏതാണോ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരൊറ്റ വാഹനത്തിന് മാത്രം വാങ്ങിക്കുക. ഇപ്പൊ ഞാൻ ബൊലോന എടുക്കാൻ പോകുന്നത്, ആ ബൊലോനയുടെ മാത്രം കൊട്ടേഷൻ കോട്ടയത്ത് AVG ഉണ്ട്, ഇൻഡസ് ഉണ്ട്, സായി മോട്ടോഴ്സ് ഉണ്ട്, നെക്സയുടെ തന്നെ വേറൊരു ഷോറൂം ഉണ്ട്. അങ്ങനെ 3-4 ഷോറൂമുകളുണ്ട്. ഈ 6 ഷോറൂമിൽ നിന്നും നമ്മൾ അവരോട് കൊട്ടേഷൻ വാങ്ങിയ എക്സിക്യൂട്ടീവിന്റെ നമ്പരും മൊബൈൽ നമ്പറും വാങ്ങിച്ചുകൊണ്ട് വരുന്നു. മൊബൈൽ നമ്പർ ഓരോരുത്തരുടെ എഴുതി ഒരു ബുക്കിൽ വെക്കുക. ശേഷം ഈ മൊബൈൽ നമ്പർ വെച്ച് ഇവർക്ക് നമ്മുടെ നമ്പരും കൊടുത്തേക്കാം. അവർ നമ്മളോട് സ്വാഭാവികമായിട്ട് അവർ വാങ്ങിക്കും നമ്മുടെ നമ്പറുകൾ. നമ്മുടെ നമ്പറില്ലാതെ അവർക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ അവർ നമ്മളെപ്പോഴും നമ്മളെ ആദരിച്ച് സാറേ എന്ന് വിളിച്ചേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നമ്പർ വാങ്ങിക്കും. എന്നാലും നമ്മൾ കണ്ട എക്സിക്യൂട്ടീവിന്റെ പേരും അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറും നമ്മൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കുക. അതായത് ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്ക് നമ്മൾ വാഹനം എടുക്കുന്നെങ്കിൽ അതിന് തയ്യാറെടുക്കണം. ഏത് വാഹന പ്രേമിയും ഏത് വാഹനം എടുക്കുന്ന ആളും കുറെ നാളുകൾ ആഗ്രഹിച്ചിട്ടായിരിക്കും വാഹനം എടുക്കുന്നത്. അവരുടെ കൊതിയായിരിക്കാം, അവരുടെ ആഗ്രഹമാണ്, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അംബീഷനാണ് ഈ വാഹനം എടുക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു 3-4 ദിവസം തയ്യാറെടുക്കണം. തയ്യാറെടുത്താൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ വളരെയധികമാണ്. അത് പലർക്കും അറിയില്ല. പലരും നേരെ ഷോറൂമിൽ പോകുന്നു, അവരെ ചെന്ന് എക്സിക്യൂട്ടീവിനെ കാണുന്നു, അവരൊരു കൊട്ടേഷൻ പറയുന്നു, ആ കൊട്ടേഷൻ അനുസരിച്ച് അവർ ഒരു വാഹനം വാങ്ങിക്കുന്നു, ഇങ്ങോട്ട് വരുന്നു. ഒരു ഗുണവുമില്ലാതെ കുറെ കാശ് നമ്മൾ ആവശ്യമില്ലാതെ അവർക്ക് സ്പെൻഡ് ചെയ്തിട്ട് വരുന്നു. ആ കാര്യത്തിനകത്താണ് ഈ ഗുണകരമായ കാര്യം. ഞാൻ ആദ്യം പറഞ്ഞു, പല കമ്പനികളുടെ പല ഡീലർമാരുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ എക്സിക്യൂട്ടീവിന്റെ അടുത്ത് പോയി നമ്മൾ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് ഇതിനെപ്പറ്റി ഈ 6 കൊട്ടേഷൻ ഉണ്ട്. 6 കൊട്ടേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അവരെന്തെല്ലാം ഓഫർ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ആക്സസറീസ് തരാന്ന് പറഞ്ഞത്, ഏതൊക്കെയാണ് നമുക്ക് ഓഫറിൽ വന്നിരിക്കുന്നത്, എന്തൊക്കെ പരിഗണന അവർ തരുന്നുണ്ട്, എന്തൊക്കെ സർവീസ് തരുന്നുണ്ട്, എത്ര കിലോമീറ്റർ വാറണ്ടി തരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഓരോ എക്സിക്യൂട്ടീവിനെയും വിളിച്ചതിന്റെ അത് മെജോറിറ്റി ആരാണോ പറഞ്ഞേക്കുന്നത് ആ മെജോറിറ്റി അവിടെ മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ള എക്സിക്യൂട്ടീവുകൾ മറ്റുള്ള കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് ഇന്ന കമ്പനിക്കാരൻ എനിക്ക് ഇന്ന തരാം, ഇന്ന ഡീലർ ഇന്ന സാധനം തരാം. ഒരേ കമ്പനിയുടെ ആയിരിക്കും വാഹനം, എന്നാലും മാരുതിയുടെ വാഹനമാണെങ്കിൽ അത് വിൽക്കുന്ന പല ഡിസ്ട്രിബ്യൂട്ടറാണ്, പല ഡീലറാണ്. ആ ഡീലർക്ക് പല ഓഫറാണ്. ബൾക്ക് പർച്ചേസ് ചെയ്യുന്ന ഡീലർക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. അവൻ അതുപോലെ ആക്സസറീസ് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നവൻ അത് ഒരുപാട് വില കുറച്ചായിരിക്കും തരുന്നത്. അങ്ങനെയുള്ള ഗുണഗണങ്ങൾ നമ്മൾ വാങ്ങിച്ചെടുക്കാനുള്ള ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കൊട്ടേഷൻ വാങ്ങിക്കുക, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവർ റേറ്റ് വാങ്ങിക്കുക, അവരുടെ ഓഫറുകൾ വാങ്ങിക്കുക. വാങ്ങിച്ച് നമ്മൾ താരതമ്യപ്പെടാൻ നമ്മുടെ വീട്ടിൽ കൊണ്ട് നടത്തുക. അതിനിടയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ നമ്മളെ വിളിക്കും. ഈ എക്സിക്യൂട്ടീവുകളെല്ലാം തന്നെ വിളിക്കുമ്പോൾ പറയാം, ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറയാൻ നമ്മളൊരു ദിവസം മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് ഈ എക്സിക്യൂട്ടീവ് തന്ന ഗുണത്തിൽ മറ്റേ എക്സിക്യൂട്ടീവ് ആഡ് ചെയ്ത കാര്യമുള്ള ഇപ്പുറത്തോട് പറയാം, എനിക്ക് ഇന്ന ആഹാരങ്ങൾ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് തരാൻ പറ്റുന്നെങ്കിൽ അത് നമ്മൾ അവിടെ കുറിച്ച് വെക്കുന്നു. അങ്ങനെ കുറിച്ച് വെച്ച് ഓരോ ദിവസങ്ങളിലോ അല്ലെങ്കിൽ 3-4 ദിവസങ്ങളിലൂടെ എല്ലാ എക്സിക്യൂട്ടീവിനെയും വിളിച്ച് എന്തൊക്കെ ഓഫറുകൾ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ, എത്ര പൈസ കുറച്ച് കൊടുത്ത് തരുമോ, നമ്മൾ അങ്ങോട്ട് ഒരു ആർഗ്യുമെന്റും വെച്ചേക്കാം. ഫോർ എക്സാമ്പിൾ എന്നോട് 11 ലക്ഷം രൂപ പറഞ്ഞ വണ്ടിയാണ്, ഞാൻ 9,15,000 രൂപയ്ക്ക് വണ്ടി ഇറക്കി. അപ്പം 9,15,000 പറഞ്ഞ് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ വണ്ടിക്കകത്ത് എനിക്കൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചത്. ഞാൻ സാധാരണ ഒരു കസ്റ്റമറായിട്ട് പോകുകയാണെങ്കിൽ ഏതെങ്കിലും ഡീലർഷിപ്പിൽ കയറുന്നു, ഞാനൊരു കൊട്ടേഷൻ വാങ്ങിക്കുന്നു, എനിക്ക് അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യം കേൾക്കും, അവരെന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നു, ഞാൻ ആ സന്തോഷത്തിരിക്കുന്നു, ഒരു ചായ തരുന്നു, അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നു, അവിടെ വെച്ച് ഡീൽ ഉണ്ടാക്കുന്നു, ഒരു ലോൺ എടുക്കുന്നു, ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നു. എന്നാൽ ഞാൻ ചെയ്തത് അങ്ങനെയല്ല. ഞാൻ ഒരു ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഞാൻ 5 ദിവസം 6 ദിവസം ഷോറൂമുകളിൽ കയറി നടക്കുന്നു. അതിനുശേഷം 2-3 ദിവസം ഓരോ എക്സിക്യൂട്ടീവിനെ അവരിങ്ങോട്ട് വിളിച്ചില്ലേ അങ്ങോട്ട് വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾ ഇന്നത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഒരിക്കലും ഈ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കാവുന്ന കാര്യത്തിന്റെ അത് മാക്സിമം കൊടുക്കാൻ അവരുടെ ASM-നോടോ അവരുടെ ടീം ലീഡറിനോടോ ഒക്കെ ആവശ്യപ്പെട്ടിട്ട് അവരത് കച്ചവടം നടത്താൻ അവർക്ക് ടാർജറ്റ് ഉണ്ട്, അച്ചീവ്മെന്റ് ഉള്ളതുകൊണ്ട് അവർ തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യാവുന്നവർ മാക്സിമം വരെ വന്നേക്കും. ആ മാക്സിമം ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് നിങ്ങളും വാങ്ങിച്ചെടുക്കണം.
അതല്ലാതെ ഒരു ഷോറൂമിലും പോയിട്ട് ഒരു കമ്പനിയുടെയും ഏത് കമ്പനിക്കും വേറെ വേറെ ഡീലർമാരുണ്ട്. ഒരു കമ്പനി ഞാൻ മാരുതിയിൽ മാത്രമല്ല, ടൊയോട്ടയ്ക്കുണ്ട്, മറ്റെല്ലാ കമ്പനിയും ഹോർഡിനുണ്ട്, ഏത് കമ്പനികൾക്കും ഉണ്ട്, ഹുണ്ടായിക്കുണ്ട്. ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇറങ്ങിയേക്കുന്ന എല്ലാ ഡീലർമാർക്കും വേറെ വേറെ ഡീലർമാരുണ്ട്, ഇഷ്ടംപോലെ ഡീലർമാരുണ്ട്. അവരുടെ നിന്നൊക്കെ ഇപ്പൊ കേരളം മൊത്തം വാങ്ങിക്കാം. ഇപ്പൊ ഞാൻ കോട്ടയത്ത് നിന്ന് എനിക്ക് എറണാകുളത്ത് ഒരു ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ മാരുതിയുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കാം. അവരോട് വിളിച്ച് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത നമ്പർ കിട്ടും. ആ നമ്പർ വിളിച്ച് ഞാൻ ഇന്ന സ്ഥലത്തിന്റെ കൊട്ടേഷൻ വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ എനിക്ക് തരാൻ സാധിക്കും എന്ന് ചോദിച്ച് മനസ്സിലാക്കി വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 50,000 രൂപ തൊട്ട് 1,00,000 രൂപ വരെയുള്ള ആക്സസറി സ്കീമുകളും ഇൻഷുറൻസ് പരിരക്ഷയും അതുപോലെ തന്നെ വണ്ടിയുടെ വാറണ്ടിയും എല്ലാം കയറി വരും. കാരണം നമ്മൾ ഇതെല്ലാം പഠിച്ചിരിക്കുന്നു എന്ന് മറ്റേ എക്സിക്യൂട്ടീവിന് തോന്നും. സാധാരണ ചെല്ലുന്ന ഷോപ്പിൽ നമ്മൾ നേരെ ചെന്നൊരു വാഹനം വേണമെന്ന് പറയും, വാഹനം വേണമെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ പറയും, സാറേ അതിനേക്കാളും മൈലേജുകൾ കൂടിയ വാഹനം ഇന്നതുണ്ട്, സാറേ അതിനേക്കാളും ഗുണമുള്ള വാഹനങ്ങളുണ്ട്, സാറേ അതിനേക്കാളും സാറിന്റെ യൂസിന് അത് ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങളൊരു വാഹനം ഡിസൈഡ് ചെയ്യുക, ആ വാഹനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക, ആ വാഹനത്തിന്റെ മാത്രം പ്രൈസ് വാങ്ങിക്കാനും ആ വാഹനം വാങ്ങിക്കാനുമായിട്ട് തന്നെ ഈ പല ഡീലർമാർ അടുത്ത് കയറണം. അത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യുള്ളൂ. ഏറ്റവും ഗുണകരമായ ഞാൻ ഈ പറയുന്നത്, എനിക്ക് ഈ വാഹനം എടുത്തപ്പോൾ കിട്ടിയ ഗുണം തന്നെ നിങ്ങൾക്കും കിട്ടും, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അറിയാവുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം, അറിയത്തില്ലാത്ത ആൾക്കാർ നല്ല അഭിപ്രായമായിട്ട് തോന്നുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് നല്ല നല്ല വീഡിയോകൾ പറയാം. ഇതിന്റെ കൂടെ ഏറ്റവും ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ, വാഹനം വാങ്ങിക്കുമ്പോൾ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അത് നിങ്ങൾ തുടർന്ന് കേൾക്കാം. നമ്മൾ പുതിയ എടുത്ത വാഹനം, ഇതിന്റെ ഇന്റീരിയർ ഭാഗമാണ് ഇപ്പൊ നിങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ബലോനോയുടെ ഡെൽറ്റ എന്ന വേർഷനകത്ത് ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് വളരെ യൂസബിൾ ആണ്, മുമ്പേ പറഞ്ഞിരുന്നു, യൂസബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് ഓട്ടോമാറ്റിക്. 10 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യത്തിനകത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളോട് വാങ്ങിക്കണമെന്നും, നിങ്ങൾ പഴയതോ പുതിയതോ വാങ്ങിക്കുന്ന വാഹനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും വാങ്ങിക്കേണ്ട ഒരു ക്യാമറയാണ് ഡാഷ് ക്യാം. ഡാഷ് ക്യാമിൻ്റെ ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പറഞ്ഞാലും തീരുന്നതല്ല. കാരണം അതുപോലെ ഗുണഗണങ്ങൾ, നമുക്ക് വണ്ടിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ നമ്മുടെ സത്യസന്ധത തെളിയിക്കാൻ പറ്റും. എനിക്ക് എൻ്റെ അനുഭവത്തിൽ തന്നെ പോലീസുകാർ അമിതമായ പെറ്റി, ആവശ്യമില്ലാത്ത പെറ്റി, ഞാൻ ചെയ്യാത്ത കാര്യത്തിന് വേണ്ടി എനിക്ക് പെറ്റി വന്നിട്ട് ഈ ഡാഷ് ക്യാമിൻ്റെ അകത്ത് അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് കൊടുത്ത് കാണിച്ച് ബോധ്യപ്പെടുത്തി ആ പെറ്റി ചെല്ലാൻ ക്യാൻസൽ ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പല ആക്സിഡന്റുകൾ നടക്കുമ്പം ടൂ വീലർ, ഇപ്പം 4 വീലറിൽ പോകുന്നതിനകത്ത് 2 വീലറുകാരൻ അനാവശ്യമായിട്ട് കയറി വന്നൊരു ആക്സിഡന്റ് ഉണ്ടായാലും നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ, നമ്മുടെ നാട്ടിൽ കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഈ 2 വീലറുകാരൻ ന്യായം പറയുകയുള്ളൂ. അത് നമുക്ക് ഒരു രീതിയിലും അക്സെപ്റ്റബിൾ അല്ല. അങ്ങനെ വരുന്നിടത്ത് നമുക്കൊരു പ്രതിരോധം എന്ന നിലയ്ക്ക് നമുക്കൊരു ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ അതെടുത്ത് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്ത് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് സ്റ്റേഷനിൽ പോകേണ്ട വന്നാലും നമുക്ക് ക്ലെയിം ചെയ്യേണ്ട വന്നാലും നമ്മുടെ ഭാഗത്ത് ന്യായങ്ങളുണ്ടാകും. നിങ്ങളൊരു വാഹനം വാങ്ങിക്കുന്നത് അത് 25,000 രൂപ തൊട്ട് ഓൾട്ടോ കാർ അല്ലെങ്കിൽ 800 ഒക്കെ 25,000 രൂപ കാർ വാങ്ങിക്കാൻ കിട്ടും. തീർച്ചയായിട്ടും കാറെന്നല്ല, ഒരു 2 വീലർ, 4 വീലർ, 3 വീലറുള്ള ഒരു ഓട്ടോറിക്ഷ ആണെങ്കിൽ പോലും ഒരു ക്യാം, ഒരു ഡാഷ് ക്യാം ഇപ്പോൾ എനിക്കൊന്ന് 2,500 രൂപ തൊട്ട് പല വിലയുടെയുണ്ട്, മുകളിലോട്ട് പല വിലയ്ക്ക് കിട്ടും. 2,500 തുടങ്ങുന്ന ഡാഷ് ക്യാം ഉണ്ട്. ഫ്രണ്ടും ബാക്കും കിട്ടുന്ന ഒരു ഡാഷ് ക്യാം വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് മനസമാധാനത്തോടെ ഡ്രൈവ് ചെയ്യാം. കാരണം ആര് നമ്മളെ പിടിക്കാമെന്നാലും നമുക്കൊരു തെളിവുണ്ട്. ആ തെളിവ് നമുക്ക് ഡിജിറ്റൽ തെളിവാണ്, നമുക്ക് നിയമപരമായിട്ട് നേരിടാം. അതുകൊണ്ട് നിങ്ങൾ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു ഡാഷ് ക്യാം, ഇന്ന ക്യാമറ ഇന്ന കമ്പനിയുടെ വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ഏത് കമ്പനിയുടെ വാങ്ങിച്ചാലും വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ആക്സസറീസ് പിടിപ്പിച്ചില്ലെങ്കിലും വേറെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഫ്രണ്ടും ബാക്കുമുള്ള ക്യാമറ വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡിക്കി സ്പേസ്, നന്നായിട്ട് സ്പേസ് ഉള്ള വാഹനമാണ്. നമുക്ക് അത്യാവശ്യം ഒരു കുടുംബത്തിന്, ചെറിയ കുടുംബത്തിന് അനായാസം കൊണ്ട് നടക്കാൻ പറ്റുന്നതും നല്ല മൈലേജ്, ഇതിന് അവകാശപ്പെടുന്ന മൈലേജ് 24 ആണെങ്കിലും മൈലേജ് ഉള്ള ഒരു കമ്പനിയുടെ ഞാൻ നമ്മുടെ ഈ റോഡിനകത്ത്, നമ്മുടെ കേരളത്തിലെ റോഡിലൊന്നും കിട്ടുമെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഹൈക്രോസിന് എനിക്ക് അവർ പറഞ്ഞേക്കുന്ന മൈലേജ് 24 ആയിരുന്നു. ശരാശരി നമ്മൾ ടൗൺഷിപ്പിലൊക്കെ ഓടുന്നതുകൊണ്ട് നമുക്ക് 16-17 ആ റേഞ്ചേ കിട്ടത്തുള്ളൂ. ഇതും ആ റേഞ്ചിലേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇത് 24-23 ആക്കാണ് അവരെ പറയുന്നെങ്കിലും, കാരണം നമ്മുടെ റോഡിന്റെ പാരാമീറ്റർ ഉണ്ടല്ലോ, ഈ വണ്ടിയുടെ മോശം കണ്ടോ ഒന്നുമല്ല, നമുക്ക് ആ റോഡിൽ അങ്ങനെ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വട്ടറും കുഴികളും ബ്ലോക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ പറഞ്ഞ കമ്പനികളുടെ മൈലേജ് ഒന്നും കിട്ടത്തില്ല. എന്നാലും സാധാരണക്കാര് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈലേജും പെർഫോമൻസും ഈ വണ്ടിക്കുണ്ട്. ഈ വണ്ടി സാധാരണക്കാർ ഹാഷ്ബാക്ക് വണ്ടികൾക്കകത്ത് നോക്കുമ്പോഴത്തേന് ആ സെഗ്മെന്റിൻ്റെ അകത്ത് ഉപയോഗിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, സെഡാൻ വണ്ടികളുണ്ട്, ഹാഷ്ബാക്ക് വണ്ടിയുണ്ട്, MUV ഉണ്ട്, SUV ഉണ്ട്, ക്രോസ്, അങ്ങനെ കുറേ പല വേരിയന്റ് ടൈപ്പുള്ള വെഹിക്കിൾസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഏത് വേണമെന്ന് ആദ്യമേ ഒന്ന് നമ്മൾ പഠിക്കണം. ഈ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ഷോറൂമിൽ പറയേണ്ടത്. നമ്മുടെ ആവശ്യം, നമുക്ക് ഓഫ് റോഡ് പോകേണ്ട വണ്ടിയാണെങ്കിൽ അത് SUV തന്നെ എടുക്കണം. MUV എടുത്തിട്ട് ഓഫ് റോഡ് പോകാന്ന് വെച്ചാൽ പ്രായോഗിക വശങ്ങളിൽ ബുദ്ധിമുട്ട് വരും. നമുക്ക് സെഡാൻ വണ്ടികൾ എടുത്തുകൊണ്ട്
പോകുന്ന, അതുപോലെ നമ്മൾ നല്ല ലോങ് ഒക്കെ പോകുന്ന യാത്രകൾ ചെയ്യുന്ന സെഡാൻ വണ്ടികൾ എടുക്കണം. ഹാഷ് ബാഗ് വണ്ടികൾ എപ്പോഴും ടൗൺഷിപ്പിലും സ്ഥിരമായിട്ട് ഓടിക്കാനും മൈലേജിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന വണ്ടികളാണ് എന്നൊക്കെയുള്ള ധാരണ നമുക്കുണ്ടാകണം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ ഇതിനെപ്പറ്റി പഠിച്ച ഒരാളല്ല, ഞാൻ ഇതിനെപ്പറ്റി ഗവേഷണം നടത്തുന്ന എൻ്റെ പരിമിതമായ അറിവിനകത്താണെന്ന് പറയുന്നത്. ഒരുപാട് തെറ്റുകൾ എനിക്കുണ്ടാകാം, ഞാനൊരു തികഞ്ഞ മനുഷ്യനല്ല. എന്നാലും എൻ്റെ ഈ വാക്കുകളിലൂടെയും എൻ്റെ ഈ സംസാരത്തിലൂടെ നിങ്ങൾക്ക് നാളെ ഒരു സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കത് ഗുണകരമായി വരുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വാഹനം എടുക്കുന്നെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് ഇതിനു മുമ്പ് ഞാൻ യൂട്യൂബിൽ ചെയ്തിരിക്കുന്ന വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടേക്കുന്നത് സോളാറിൻ്റെ വീഡിയോ ആണ്. ആ സോളാർ എടുത്താലുള്ള ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞെങ്കിലും, ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ അതിന് ഗുണം പറഞ്ഞെങ്കിലും വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം, നേരത്തെ അറിയാമായിരുന്നു, ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യം, താൻ ആരാ പഠിപ്പിക്കുക എന്നൊക്കെ ചോദിച്ച ഒരുപാട് കമൻറ്റുകളുണ്ട്. അങ്ങനത്തെ കമൻറ്റുകളെ കൂട്ടുന്നില്ലെങ്കിലും എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. മോശമായിട്ട് കമൻറ്റുകൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക. എൻ്റെ അറിവ് പരിമിതമാണ്. നിങ്ങളതിനെ ഈ വിഷയത്തിനകത്തൊക്കെ നിങ്ങൾ എക്സ്പേർട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അറിവുകൾ പറഞ്ഞു തന്നാൽ അത് തിരുത്തി എനിക്ക് നല്ല വീഡിയോകൾ ചെയ്യാൻ പറ്റും. വീണ്ടും ഒരിക്കൽ കൂടെ നന്ദി. നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.